കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി IPL-നൊപ്പം സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ എന്ന മട്ടിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് മുൻ IPL ചെയർമാൻ ലളിത് മോഡിയുടെ വെളിപ്പെടുത്തലുകൾ. IPL നടക്കുന്ന സമയത്തും അതിനുശേഷവും കഴിഞ്ഞ ദിവസവുമെല്ലാം അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ വാർത്തയായിട്ടുണ്ട്. ഇപ്പോഴും വാർത്തയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കുറി നമുക്ക് ലളിത് മോഡിയിലേക്കും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോഴും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇങ്ങനെ ഇടം പിടിച്ചു നിൽക്കുന്നതെന്നും ഒന്ന് നോക്കാമെന്ന് തോന്നുന്നു. ലളിത് കുമാർ മോഡി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപ്ലവമായ IPL-ന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിനായിരുന്നു ലളിത് മോഡി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ സ്ഥാപകനും അതുപോലെ തന്നെ ആദ്യത്തെ ചെയർമാനും ലീഗ് കമ്മീഷണറുമായിരുന്നു അദ്ദേഹം. 2010 വരെ ഏതാണ്ട് 3 വർഷം ടൂർണമെൻറ്റ് നടത്തിപ്പിലെ മുഖ്യ കാർമ്മികനായിരുന്നു അദ്ദേഹം. 2008 മുതൽ 2010 വരെ ചാമ്പ്യൻസ് ലീഗ് ക്രിക്കറ്റിൻ്റെ ചെയർമാനായും 2005 മുതൽ 2010 വരെ BCCIയുടെ വൈസ് പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2005 മുതൽ 2009 വരെയും പിന്നീട് 2014 മുതൽ 2015 വരെയും രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റായും 2004 മുതൽ 2012 വരെ പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ IPL 2010 അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ലളിത് മോഡി എന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ആ കാലത്തെ ഏറ്റവും വലിയ അധികായന് പതനം ആരംഭിക്കുന്നത്. ആ IPL-ന് ശേഷം മോശം പെരുമാറ്റം, അച്ചടക്കമില്ലായ്മ, സാമ്പത്തിക ക്രമക്കേടുകൾ എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് മോഡിയെ BCCIയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. BCCI അദ്ദേഹത്തിനെതിരെ അന്വേഷണം ആരംഭിക്കുന്നു. ഈ ആരോപണങ്ങളിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഒരു കമ്മിറ്റി കണ്ടെത്തിയതിനെ തുടർന്ന് 2013 അദ്ദേഹത്തെ ആജീവനാന്തം വിലക്കുന്നു. സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED അദ്ദേഹത്തിനെതിരെ അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ലണ്ടനിലേക്ക് പലായനം ചെയ്യുകയും പിന്നീട് പിടികിട്ടപ്പുള്ളിയായി ഇന്ത്യയിൽ മുദ്ര കുത്തപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇവിടെ നിന്നും ലണ്ടനിലേക്ക് ചേക്കേറും മുമ്പ് നമുക്കറിയാം BCCIയുടെ വാണിജ്യ മേഖലയിൽ ലളിത് മോഡിക്ക് ഉണ്ടായിരുന്ന ആ ഒരു വലിയ പങ്ക്. 2005-നും 2008-നും ഇടയിൽ BCCIയുടെ വരുമാനം 7 മടങ്ങ് വർദ്ധിച്ച് $1 ബില്യൺ എത്തിയത് ലളിത് മോഡിയുടെ കാലത്താണ്. 2008-ൽ 2020 ക്രിക്കറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ IPL ആരംഭിക്കുന്നതിൽ ലളിത് മോഡി എന്ന പേര് ഏതാണ്ട് BCCIയുടെ തന്നെ പര്യായപദം എന്ന രൂപത്തിൽ തന്നെ വളർന്നിരുന്നു. 2009-ൽ IPL ടൂർണമെൻറ്റിൻ്റെ തീയതികൾ നമുക്കറിയാം ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്ലാഷ് ആയപ്പോൾ IPL ഇവിടെ വേണ്ട, ഇന്ത്യയിൽ ഞങ്ങൾ നടത്തുന്നില്ല, അങ്ങ് ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് IPL സൗത്ത് ആഫ്രിക്കയിൽ നടത്തിയതിന് നേതൃത്വം നൽകിയതും ഇതേ ലളിത് മോഡിയായിരുന്നു.